അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മളൊരു മ്യൂസിക് വീഡിയോയുടെ ഒരു റിയാക്ഷൻ ചെയ്യാമെന്ന് വെച്ചു. കാര്യം ഇതിൻ്റെ ടീസർ ഇറങ്ങിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടപ്പോൾ നല്ല ഒരു VFX വർക്ക് കുറച്ച് നന്നായിട്ട് ചെയ്ത പോലെ. ഞാനൊരു 4 വർഷം എടുത്ത് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് സ്റ്റാൻലി സേവിയർ അല്ലേ, സ്റ്റാൻലി സേവിയറിൻ്റെ 222 ഇൻഡി മ്യൂസീഷ്യനാണ്. അപ്പോൾ അതേപോലെ തന്നെ VFX അതെ, വിഷ്വലി ഇത് കുറച്ച് ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ടീസർ കണ്ടപ്പോൾ. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. 4 വർഷമായിട്ട് ഒരു പ്രോജക്റ്റിന് മേലെ ഇരിക്കണമെങ്കിൽ അത്രത്തോളം പണി ഡെഡിക്കേഷനും പണിയെടുത്തിട്ടുണ്ട്. അതെ അതെ, നമുക്ക് ആ മ്യൂസിക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 222 താനോസിൻ്റെ നീറ്റ് വർക്കാണ്. ബ്ലെൻഡർ ആയിരിക്കും ഇതൊക്കെ. ബ്ലെൻഡർ അറിയില്ല, LED ഉപയോഗിച്ചിട്ടുണ്ടാവും, അതോ ഗ്രീൻ സ്ക്രീൻ പരിപാടി. ലൈറ്റ് ഇത് ഫുൾ CG ഷോട്ടാണ്. അല്ല ഇരിക്കുന്ന കാറും കമ്പോസർ ഈ ബാക്ക്ഗ്രൗണ്ട് LED കാണുന്ന ഇതാ അൺറിയൽ എഞ്ചിനാ. ഓ, എന്നാണ് എൻ്റെ കണ്ടിട്ട് തോന്നുന്നത്. അൺറിയൽ എഞ്ചിനിൽ ഇനിയിപ്പം ഷോട്ടായി. അത് ഫുള്ള് ഷോട്ടാണ് സംഭവം ലാൻഡിങ് കുറച്ച് ഇത് കണ്ടോ ഇങ്ങനെ. ഒരു ബ്ലൈൻഡ്. അതെ അതെ, അതൊരു എഫക്റ്റോട് ഉപയോഗിച്ചാൽ അതായത് ഈ സാധനം ഒരു പീസ് നമ്മുടെ സ്റ്റാർ വാർസിൽ ഒരു സീക്വൻസ് ഉണ്ട് അതുപോലെ. നല്ല രീതിയിൽ കമ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് കാറ് എങ്ങനെയാ, അത് VFX എലമെൻ്റാണ്, പക്ഷെ അത് അത് നല്ല രസമുണ്ട്. ശരി, ക്യാഷ് മുടക്കിയിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും CG ആണോ? ആയിരിക്കാം. ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈയാണല്ലോ. കാറൊക്കെ ആയിരിക്കും ഓടിക്കും. ഇനിയിപ്പം ഞാൻ ബ്രേക്ക് ചെയ്യാണ്. അതൊക്കെ ഈ ലൈനിലൊക്കെ നമ്മുടെ നായകന്മാരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ടൊക്കെ ഉണ്ടല്ലേ.
ഓ ആ കാറാണല്ലോ ഈ കാർ മരിച്ച് നരകത്തിൽ മോളിൽ നരകത്തിൽ ചെന്നു അവർക്കിടന്ന് ഓർക്കുമോ എണ്ണാർന്ന് സ്റ്റാൻലി സേവിയർ ഡയറക്ഷൻ VFX എഡിറ്റിംഗ് സ്റ്റാൻലി സേവിയർ. ഓ ആരോ കൂട്ടത്തിലുള്ള ഒരാൾ സംഭവം കൊള്ളാം. എന്നാ പറഞ്ഞാലും നല്ല കിടിലം വെക്കും. 4 വർഷം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംഭവം കാണാനുണ്ട് പടത്തിൽ പാട്ടിൽ. ഫിഗറിങ് ഔട്ട് ആയിരിക്കുമല്ലോ ഇത് എങ്ങനെ ചെയ്യാം അതെങ്ങനെ ചെയ്യാം. ചില ഒരുപാട് തവണ ഈ ചെയ്ത് അല്ലേ ഇങ്ങനെ ഫെയിലായി പോയി. അതായത് എന്താണ് പറയുന്നത് ഒരു ഇത് പറയുന്നത്. അതെ ഈ ഷോട്ട് നമുക്ക് അത് അതിനുള്ളൊരു ഇപ്പം നമുക്ക് റിലീസ് ഡേറ്റ് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതെ അതെ എസ്പെഷ്യലി ഇത്രയും ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് സമയം നല്ല സമയം എടുക്കുന്നത് ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റിന്. അതെ അതെ. അപ്പോൾ അതിനൊരു സിസ്റ്റം വേണം. അല്ല ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഔട്ട് എടുക്കണമെങ്കിൽ തന്നെ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഇത് അൺറിയൽ എഞ്ചിൻ. പക്ഷേ അൺറിയൽ എഞ്ചിൻ റിലീസ് ചെയ്തിട്ട് 4 വർഷമായോ മറ്റേ 4-ലായിരിക്കും ചെയ്തു തുടങ്ങിയത്. അങ്ങനെയുള്ള അറിയില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് മറ്റേ ബ്ലെൻഡറും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. എനിവേ ഭയങ്കര വിഷ്വലി ഭയങ്കര രസമുണ്ട്. സോങ് ഒരു നോർമൽ ഒരു ചിലപ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേക്കിംഗ് അതെ അങ്ങനെ എന്തെങ്കിലും അതെ അതെ ഡെഫിനറ്റ്ലി അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് റിലീസ് ആവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യാമെന്നറിയാം. പിന്നെ ഇത് LED വാളിൻ്റെ പരിപാടികളുണ്ടോ ഇതിനകത്ത്, അതോ പ്യുവർലി ഗ്രീൻ സ്ക്രീൻ പരിപാടിയാണോ എന്നതിനെ പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയില്ല. പക്ഷേ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ ഗ്രീൻ സ്ക്രീനിൻ്റെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഈ കുറേ നല്ല ഈ കണ്ടിന്യൂസ് ഷോട്ട് പോയ കുറേ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. അതൊക്കെ നല്ല രസം. അതിൻ്റെ ബ്ലെൻഡൊക്കെ കുറച്ച് ചില കേസിൽ ബ്ലെൻഡ് കറക്റ്റായിട്ട് വർക്ക് ആവാത്തപ്പോഴായിരിക്കും വേറെ എഫക്റ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന ബ്ലെൻഡ് ചെയ്ത് എടുത്ത് അപ്പോൾ അവിടെയൊക്കെ ചെയ്യാം. അവൻ ഒരുപാട് ഇതായി മാറുന്ന ഇതുപോലെ വരുന്നത്. ഒന്നെങ്കിൽ അതങ്ങനെ അത് അടിച്ചു വിട്ടേക്കാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്ത്. പക്ഷെ അത് രസമുണ്ട് ആ സാധനം. അത് കഴിഞ്ഞ് അടുത്ത ഷോട്ട് വരുന്ന മറ്റേ കുറെ പേരുണ്ട് ഇവന്റെ പോലെ ഒരുപാട് റെപ്ലിക്ക ഉണ്ടാക്കി നിൽക്കുന്നത്. ആ സീക്വൻസ് ആണ് മറ്റേ സ്റ്റാർ വാർസിൽ ഇടയ്ക്ക് ഒരു സീക്വൻസ് ഉണ്ട് ഇതുപോലെ ചേട്ടനും അനിയത്തിയും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് അവർ സംസാരിക്കുന്നത് ഫോഴ്സ് യൂസ് ചെയ്ത, അപ്പോൾ അത് കാണിച്ചേക്കുന്ന ഒരു വലിയ സീക്വൻസ് ഉണ്ട്. അതിനകത്തുള്ളൊരു സംഭവം ഇത്. അവൾ ആരാന്ന് തപ്പുമ്പോഴത്തേക്ക് അവളിങ്ങനെ മൾട്ടിപ്പിൾ ആവുന്നു, പിന്നെ അവളെ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. ഇൻസ്പിറേഷൻ അത് തന്നെയെന്നല്ല മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബേസിക്കലി ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ മനസ്സിലെ സാധനം വേണമല്ലോ. ഇത് എന്ത് വേണം, ഇവിടെ എന്ത് വെക്കണം എന്ന് ഒന്നുമില്ല. വേറെ ഗ്രീൻ സ്ക്രീൻ നമ്മൾ ഷൂട്ട് ചെയ്യണ തന്നെ ഇവിടെ എന്ത് വേണം എന്നുള്ളതൊക്കെ ഒരു വിഷൻ വേണമല്ലോ. അത് ആക്ച്വലി ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും എല്ലാം ഈ സ്റ്റാൻലി സേവിയർ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. അപ്പോൾ അത് അടുത്ത ഫ്രണ്ട് വല്ലതായിരിക്കാം മരിച്ചത്. അവൻ്റെ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത്. അതെ അതെ ഈ കാർ ആക്സിഡൻറ്റിനെ പറ്റിയാണല്ലോ കാണിക്കുന്നത്. ചിലപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. പക്ഷേ എനിവേ ഇത് 4 വർഷം വർത്താണ്. അപ്പോൾ സ്റ്റാൻലി സേവിയർ കാണുവാണെങ്കിൽ ഒരു ഷൗട്ട് ഔട്ട് അല്ല. അതെ അതെ സ്റ്റാൻലി സേവിയർ വേറെ ലെവൽ പരിപാടിയായിരുന്നു കേട്ടോ. സ്റ്റാൻലി സേവിയർ അത് കൊള്ളാം. ഈ വീഡിയോ സോങ് കാണാത്തവർ ഡെഫിനറ്റ്ലി ഇതൊന്ന് കണ്ടു നോക്കും. ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഇത് ഭയങ്കര വർത്ത് വാച്ചിങ്. അതെ.